എൻ്റർടൈൻമെൻറ്റ് കമ്മിറ്റി കോർഡിനേറ്റർ ആയതിൻ്റെ ഓരോ ബുദ്ധിമുട്ടുകളെ ഗ്രൂപ്പുകളെ നിശ്ചയിക്കണം, മീറ്റിംഗ് കൂടണം. ഗ്രൂപ്പ് 8 കോർഡിനേറ്റർ എടുത്ത് ഗ്രൂപ്പ് 4 ഇടാം. തിരുവാതിര കോർഡിനേറ്ററായിട്ട് സ്മൃതിയാക്കിയാലോ? എന്തായാലും ഈ വർഷം ഞാൻ പൊളിക്കും. ഹലോ സുശാന്ത്, എന്തോ ഒരു അമർഷം പോലെ. ചേച്ചി, നമ്മുടെ കമ്മിറ്റി മീറ്റിംഗ് നമ്മളല്ലേ കോർഡിനേറ്റേഴ്സ്, നമുക്ക് തുടങ്ങണ്ടേ? പക്ഷേ നമ്മളൊന്നും കമ്മിറ്റിയിലില്ലല്ലോ. ഇല്ലേ? ഈ ഞാനാണെങ്കിലോ അടിത്തരം ചേട്ടൻ വീട്ടിൽ വരുമ്പോഴൊക്കെ ഓരോ സംഭവങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നതാണ്. എന്നിട്ട് എന്നെ ആക്കിയില്ല പറഞ്ഞാൽ കുറച്ച് കഷ്ടം തന്നെ. കള്ളക്കായോ? എവിടെയാ തുറക്കണ? എവിടെ? സൈജൻ എന്താ എന്തോ ഒരു നമ്മള് പ്രോഗ്രാമിന്റെ കിട്ടില്ല. അപ്പൊ ആരോടാ ചോദിക്കേണ്ടത് ഒരു പിടിയാണ്. അറിഞ്ഞില്ലേ? സൈജൻ അല്ല ഇത്തവണത്തെ സൗണ്ട് കമ്മിറ്റിയിലും അല്ലേ? സൈജനെയൊക്കെ മാറ്റി ഗോപനെയൊക്കെ കണ്ടു പഠിക്കണം. എല്ലാ വർഷവും സ്റ്റേജ് കമ്മിറ്റിയിലാണ്. എല്ലാ വർഷവും കമ്മിറ്റിയിലിടണമെങ്കിൽ നന്നായി പ്രവർത്തിക്കണം. അത് ശരിയാണ്. അതെന്താ ചേട്ടനെ പറ്റി ഒരു പരദൂഷണം? എവിടെ? രഞ്ജിനി കമ്മിറ്റിയില. എന്നെ ആരും ഒരു കമ്മിറ്റിയിലും എടുത്തില്ല. കഷ്ടമായി. രഞ്ജിനി ഞങ്ങളെ ആരും എടുത്തിട്ടില്ല. ഒരു എക്സിക്യൂട്ടീവ് മെമ്പർ വരുന്നുണ്ടേ. എന്താണ് ഇവിടെ നിങ്ങളുടെ പ്രോബ്ലം? അല്ല മഞ്ജു, ഞങ്ങളെന്ത് നന്നായി കമ്മിറ്റിയിലെടുക്കാൻ. ഒരു ജോലി ഏൽപ്പിച്ചാല് അത് പൂർണ്ണ ഉത്തരവാദിത്തോടെ ചെയ്യാത്ത നിങ്ങളെ കമ്മിറ്റിയിൽ നിന്ന് തൽക്കാലം നമ്മൾ എടുക്കുന്നില്ല. നിങ്ങൾ തൽക്കാലം ഒന്ന് മാറി നിൽക്കേണ്ടതാണ്. ആദ്യമായി തന്നെ ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണാശംസകൾ നിങ്ങൾക്കേവർക്കും നേർന്നുകൊള്ളുന്നു. 2 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് വീണ് കിട്ടിയ സുന്ദര സുദിനമാണ് ഇന്നത്തെ നമ്മുടെ തിരുവോണ ആഘോഷം. അടിച്ചു പൊളിക്കണ്ടേ നമുക്ക്? അതിന് ചുക്കാൻ പിടിക്കുവാനായി ഇപ്രാവശ്യം നമ്മൾ 4 MC-മാരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രായഭേദ വ്യത്യാസങ്ങളില്ലാതെ, വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട്, സ്വന്തം ആരോഗ്യവും സമയവും കണക്കിലെടുക്കാതെ ഈ ഓണം വളരെ വ്യത്യസ്തവും ഭംഗിയുള്ളതുമാക്കി തീർക്കുവാൻ അതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിച്ച നമ്മൾ ഏവരും സ്നേഹത്തോടെ, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞു മക്കളുടെ ചാച്ചിയമ്മ കൂടിയായ നമ്മുടെ സ്വന്തം ശ്രീമതി ലിസി ഷാജിനെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ടൈം മാനേജ്മെന്റ് കണിശക്കാരനും നമ്മുടെ എല്ലാവരുടെയും പേടി സ്വപ്നവുമായ, നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ അല്ലേ അതാരാന്ന്? പ്രത്യേകിച്ച് വേദികളിൽ സ്പീക്കിങ്ങിന് അവസരം കിട്ടുമ്പോൾ വാചകമടിച്ച് വാചാലനാവുന്ന നമ്മുടെ അനിൽ പിള്ളച്ചേട്ടനെയും അനിൽ ചന്ദ്രൻ ചേട്ടനെയും പോലെയുള്ള അവർക്ക് പണി കൊടുക്കുന്ന ആരായാലും ശരി, സമയത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് 3 മിനിറ്റ് അനുവദിച്ചു കൊടുത്ത സ്പീക്കറിന് മുന്നിൽ വന്നു നിന്ന് സമയം കഴിയാറാകുന്നതിന് മുന്നേ സമയം കഴിയാറായിട്ടോ എന്ന് ആക്ഷനിലൂടെ പറഞ്ഞ് അവർ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പറയാതെ മടക്കി അയക്കുന്ന നമ്മുടെ സ്വന്തം ശ്രീമാൻ മിസ്റ്റർ സുശാന്ത് എസ് നായറിനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എളിമയുടെയും സൗമ്യതയുടെയും നിറകുടവും ശാന്തശീലനും, എന്നാലേ കാര്യത്തോടെ എടുക്കുമ്പോൾ പുള്ളി കാണുന്ന പോലല്ലോ കേട്ടോ. പറഞ്ഞ കാര്യം പറഞ്ഞ സമയത്ത് നമ്മൾ ചെയ്തില്ലെങ്കിലോ, അവിടെ എത്തിച്ചേർന്നില്ലെങ്കിലോ ഇദ്ദേഹത്തിന്റെ സൗമ്യത മാറുട്ടോ. നമ്മൾ വരാൻ വൈകിയാൽ പുള്ളി നമ്മളെ കാണുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, വാച്ചുണ്ടല്ലോ അല്ലേ, സമയവും കറക്റ്റ് ആണല്ലോ. ഇപ്രാവശ്യം അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ ലൈറ്റ് ആൻഡ് സൗണ്ട് കമ്മിറ്റിയിലേക്ക് ഇടാൻ ഒരുപാട് റെക്കമെൻഡ് ചെയ്തു. ഇവരെയൊക്കെ അവിടെ ഇട്ടാ പിന്നെ നമുക്ക് ആരാ MC ആയിട്ടുള്ളതല്ലേ? ഇപ്രാവശ്യം യാതൊരു കൺഫ്യൂഷനും ഇല്ലാതെ MC-ക്ക് ഏറ്റവും യോഗ്യനായ ആളെ തന്നെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. മിസ്റ്റർ സൈജൻ തോമസിനെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ പോലും അവരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ അവരുടെ ആവശ്യങ്ങൾ അങ്ങോട്ട് ചെന്ന് കണ്ടറിഞ്ഞ് ചെയ്യുന്ന കർമ്മധീരയും ഊർജ്ജസ്വലയുമായ നമ്മുടെ സ്വന്തം കുട്ടൻചേട്ടന്റെ പ്രിയ ഭാര്യ ശ്രീമതി രഞ്ജിനി ഗോപകുമാറിനെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു.
ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെ തിരുവോണ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. പ്രിയപ്പെട്ട നായർ സാറിനെ കാണുന്നില്ല. നായർ സാർ പ്രായമായ എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, RSAയിൽ സമകാലികനായി ഒരുമിച്ച് വന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദര തുല്യരായ യുവതി യുവാക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഈശ്വര കൃപയാൽ വീണ്ടും ഒരോണം കൂടി ആഘോഷിക്കുവാൻ നമുക്ക് ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. ഈശ്വര കൃപയാൽ എന്ന് ഞാൻ അടിവരയിട്ട് പറയുകയാണ്. 2019 ഓണത്തിന് ശേഷം ഉണ്ടായ ഒരു കോവിഡ് കാലം, ആ കാലത്തെക്കുറിച്ച് എനിക്ക് പറയാതെ വയ്യ. അന്ന് നാം തമ്മിൽ കാണുന്നില്ലായിരുന്നു, കാണാൻ അവസരങ്ങളില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഓണം വന്നപ്പോൾ ഏവർക്കും വലിയ ഉത്സാഹമാണ്. എല്ലാവരും നന്നായി ഉടുത്തൊരുങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് സംബോധന ഒന്ന് മാറ്റി പറയാനാണ് എനിക്കിഷ്ടം. സുന്ദരികളെ, സുന്ദരന്മാരെ. അപ്പോൾ പലർക്കും സംശയമാണ്. എനിക്ക് തോന്നുന്നു ജെസിക്ക് അല്ലെങ്കിൽ ലൈസയ്ക്ക് ഒരു സംശയമുണ്ട്. അതെന്താ അങ്ങനെ പറഞ്ഞേ? സുന്ദരിയായിരിക്കുന്നു, സത്യമാണ്. പിന്നെ ഇവിടെ നോക്കുമ്പോൾ, ഈ സൈഡിലോട്ട് നോക്കുമ്പോൾ വർക്കിച്ചൻ സാറ് ആത്മഹത്യം ചെയ്യുകയാണ്. ഞാനെന്താ എപ്പോഴും സുന്ദരനല്ലേ, പിന്നെ എന്താ ഇങ്ങനെ? സുന്ദരനാണ്, പക്ഷേ ഇന്ന് മോർ സുന്ദരനായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ സ്റ്റേജിനുള്ളിൽ ഇവിടെ ഈ കർട്ടൻ്റെ പിറകിൽ നിൽക്കുമ്പോൾ കോവിഡ് നമുക്ക് നൽകിയ ചില സങ്കടങ്ങളെപ്പറ്റി പറയാതെ വയ്യ, ഓർമ്മിക്കാതെ വയ്യ. വർഷങ്ങളോളം ഈ സ്റ്റേജിൻ്റെ ഈ കർട്ടൻ്റെ ഭാഗത്ത് ഒരു പുഞ്ചിരിയോടെ നിന്നിരുന്ന എൻ്റെ കൈകൾ കർട്ടൻ തുറക്കാനും അടയ്ക്കാനുമുള്ളതാണെന്ന് കൂടി പറഞ്ഞിരുന്ന നമ്മുടെ കൊച്ചു ഡോക്ടർ റോയ് സക്കറിയായെ ഓർമ്മിക്കാതെ നമുക്കെങ്ങനെയാണ് ഈ ഓണം നമുക്കെങ്ങനെയാണ് ഈ ഓണത്തിലൂടെ കടന്നു പോകാൻ പറ്റുന്നത്? ഒപ്പം തന്നെ ഈയിടെ നമ്മിൽ നിന്നും പിരിഞ്ഞു പോയ ജോജി മാഷ്, അദ്ദേഹത്തിൻ്റെ മകൾ തന്നെ അദ്ദേഹത്തെ പറ്റി പറഞ്ഞത് ദ വൈസ് മാൻ എന്നാണ്. നടപ്പിലും ഇരിപ്പിലുമെല്ലാം വിസ്ഡം സൂക്ഷിച്ച ഒരു സാധു നല്ല മനുഷ്യനായിരുന്നു ജോജിയെ പറ്റി വീണ്ടും മറ്റൊരു പ്രാസംഗികൻ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ കൂടുതലായി പറയുന്നില്ല. അതുപോലെ തന്നെ എനിക്ക് പറയേണ്ടുന്ന മറ്റൊരു കാര്യമാണ്, 2019 ഈ വേദിയിൽ നിന്ന് നമുക്ക് സമ്മാനങ്ങൾ നൽകിയ, നമ്മളെയൊക്കെ ചിരിപ്പിച്ച മാധവക്കുട്ടിയുടെ മുഖമുള്ള പ്രണയിനിയായിരുന്ന റൂബിയുടെ അമ്മ, ഇവരെയൊക്കെ ഓർക്കാതെ ഈ ഓണം കടത്തിവിടാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും നമുക്ക് പോകേണ്ടിയിരിക്കുന്നു, നമുക്ക് ഓണം ആഘോഷിക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം 2022 ഓണാഘോഷത്തിലേക്ക് കടക്കുകയാണ്. ഓണം എന്നത് സ്നേഹത്തിൻ്റെ ആഘോഷമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ചിരിക്കാം, സന്തോഷിക്കാം, മറക്കാം, പൊറുക്കാം. കടന്നുപോയ ഇന്നലകളെ വാങ്ങാൻ പറ്റിയ വിധം സമ്പന്നരായി ആരുമില്ല. ഉണ്ടും ഉത്സാഹിച്ചും ഊർന്നിറങ്ങിയുമാണ് നമ്മുടെ ജീവിതം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓണത്തെ, ഈ ദിനത്തെ ഒരു സുദിനമാക്കി മാറ്റാം, ഒരു ഉത്സവരാവാക്കി മാറ്റാം. 2022 എൽമയുടെ ഓണാഘോഷ പരിപാടിയിലേക്ക് നിങ്ങളെ ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഓണം എന്നത് സ്നേഹത്തിൻ്റെ ഉത്സവമാണ്. സ്നേഹത്തിൻ്റെ മാത്രമല്ല, ത്യാഗത്തിൻ്റെയും ഒരു ഉത്സവമാണ്. ഓണം എന്നത് മഹാബലി തമ്പുരാൻ്റെ ത്യാഗത്തിൻ്റെയും കൂടെ ആഘോഷമാണ്. നിങ്ങൾക്കെല്ലാവർക്കും മഹാബലി തമ്പുരാനും ഓണത്തിൻ്റെ ഐതിഹ്യമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും ഇവിടെ നിൽക്കുന്ന ഈ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ചുരുക്കി പറഞ്ഞോട്ടെ. പണ്ട് മഹാബലി തമ്പുരാൻ എന്നൊരു രാജാവ്, ചക്രവർത്തി കേരളം ഭരിച്ചിരുന്നു. ആ ചക്രവർത്തിയുടെ കീഴിൽ സമത്വസുന്ദരമായ ഒരു കേരളമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. പക്ഷേ
ഇത് ഈ മഹാബലി തമ്പുരാൻ്റെ ഭരണം കണ്ട അസൂയമുണ്ട് ദേവകളും ദേവരാജാവും തങ്ങളുടെ രാജാവായ മഹാവിഷ്ണു തമ്പുരാനെ പോയി കാണുകയും മഹാവിഷ്ണു തമ്പുരാൻ എങ്കിൽ മഹാബലി തമ്പുരാൻ്റെ ഭരണം ഒന്ന് കണ്ടു കളയാം എന്ന് വിചാരിച്ച് തൻ്റെ അവതാര മൂർത്തിയായ വാമന ഭഗവാനായി മാറുകയും വാമനമൂർത്തി എന്ന് പറയുമ്പോൾ ഒരു കൊച്ചു ബ്രാഹ്മണ ബാലൻ ആയി മാറി കേരളം സന്ദർശിക്കുകയായിരുന്നു. കേരളത്തിൽ വന്ന എല്ലാ സമ്പദ് സമൃദ്ധമായ കേരളം കണ്ട് കഴിഞ്ഞ ശേഷം അദ്ദേഹം മഹാബലി തമ്പുരാൻ്റെ അന്തഃപുരത്തിൽ അല്ലെങ്കിൽ രാജസദസ്സിൽ ചെല്ലുകയും തൻ്റെ മുന്നിൽ നിൽക്കുന്ന കുഞ്ഞു ബാലനെ കണ്ട് മഹാബലി തമ്പുരാൻ എന്താ നിനക്ക് വേണ്ടത്, എന്താണ് നിൻ്റെ ആവശ്യം എന്ന് പറയുകയും ആവശ്യപ്പെടുകയും ഇപ്പോൾ വാമന ബാലൻ പറയുകയാണ്, എനിക്ക് മൂന്നടി സ്ഥലം വേണം എൻ്റെ പ്രാർത്ഥനയ്ക്കും എൻ്റെ ഭജനയ്ക്കുമായിട്ട്. ഓക്കെ, എങ്കിൽ എടുത്തോളൂ എന്ന് പറയുകയും ആ കുഞ്ഞു വാമന ബാലൻ പെട്ടെന്ന് രാക്ഷസ രൂപമായി മാറുകയും തൻ്റെ ആദ്യ പാദം കൊണ്ട് ഭൂമിയെയും രണ്ടാം പാദം കൊണ്ട് സ്വർഗത്തെയും അളക്കുന്നു. മൂന്നാം പാദം എവിടെ വയ്ക്കണമെന്ന് ചോദിക്കുമ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ വാമന ബാലൻ ഒരു സാക്ഷാൽ മഹാവിഷ്ണുവാണെന്ന് തിരിച്ചറിഞ്ഞ മഹാബലി തമ്പുരാൻ തൻ്റെ ശിരസ് വാമനദേവന് മുമ്പിൽ കാണിക്കുന്നു. മഹാബലി തമ്പുരാൻ്റെ ത്യാഗം തിരിച്ചറിഞ്ഞ മഹാവിഷ്ണു തമ്പുരാൻ മഹാബലി തമ്പുരാനോട് നിനക്ക് എന്ത് വരമാണ് ആവശ്യം എന്ന് ചോദിക്കുന്നു. മഹാബലി തമ്പുരാൻ തൻ്റെ പ്രജകളെ വർഷത്തിൽ ഒരു പ്രാവശ്യം വന്ന് കാണുവാനുള്ള വരമാണ് ആവശ്യപ്പെട്ടത്. അതാണ് നമ്മൾ ആഘോഷിക്കുന്ന ഓണം, ചിങ്ങമാസത്തിലെ തിരുവോണം. ഇന്ന് നമ്മുടെ 2022 ഓണം ആഘോഷിക്കുന്ന നമ്മുടെ ഈസ്റ്റ് ഇന്ത്യൻ മലയാളി അസോസിയേഷന് പ്രജകളെ കാണുവാനായിട്ട് നമ്മുടെ മഹാബലി തമ്പുരാൻ ഉടനെ ഇവിടെ എത്തിച്ചേരുന്നതാണ്. ഓണം കേരളീയരുടെ ദേശീയോത്സവമാണ്. എല്ലാ വർഷവും പൊന്നിൻ ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ മഹാബലി തമ്പുരാൻ തൻ്റെ പ്രജകളെ കാണാൻ വന്നെത്തും എന്നാണ് നമ്മുടെ വിശ്വാസം. ഓണക്കാലത്ത് ഓണപ്പൂക്കളമിട്ടും ഓണപ്പുടവയെടുത്തും ഓണസദ്യ ഒരുക്കിയും ഓണക്കളികൾ കളിച്ചുമാണ് നമ്മൾ ഓണത്തെ വരവേൽക്കുന്നത്. പഴയകാല ഓണാഘോഷ പരിപാടികൾക്ക് ഈ ഇൻസ്റ്റഗ്രാം യുഗത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ തിരക്കേറിയ ജീവിതയാത്രയിൽ ഓണപ്പാട്ടുകൾ MP3 ആയി, ഓണസദ്യ കിറ്റായി വീട്ടിലെത്തി. എന്നിരുന്നാലും പഴമയുടെ ലാളിത്യവും സാഹോദര്യവും ഇപ്പോഴും ഈ ഓണനാളുകളിൽ കാണാറുണ്ട്. പ്രവാസിയോ ലോകമെങ്ങുമുള്ള മലയാളികൾ ഒത്തൊരുമയുടെ പ്രൗഢഗംഭീരമായി നടത്തുന്ന ഓണാഘോഷങ്ങൾ എന്നും മലയാളിയുടെ മനസ്സിൽ ഗൃഹാതുരത്വത്തിൻ്റെ ഓർമ്മകളുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ഈസ്റ്റ് ലണ്ടനിലും നമ്മൾ മുൻ വർഷങ്ങളിൽ നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായ ഓണാഘോഷങ്ങൾക്ക് ഈ വേദി ഒത്തിരി തവണ സാക്ഷിയായിട്ടുണ്ട്. കഴിഞ്ഞ 3 മാസത്തിലേറെയായി ചിട്ടയായ പരിശീലനവും പരിശ്രമവും അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുവാനായി നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. ഈ ഫ്രണ്ട്സ് ഹാളിൽ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട മലയാളി സുഹൃത്തുക്കളെ 2022 ഓണത്തിൻ്റെ നിറമുള്ള മണമുള്ള ഒരു ഓണാശംസകൾ പ്രിയപ്പെട്ട മലയാളികളെ, അടുത്ത ഒരു പരിപാടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിൻ്റെ ഒരു കാര്യമാണ്. അതിലേക്ക് ശ്രീമാൻ ജോസ് വിൽക്കോസിനെ സാദരം ഈ വേദിയിലേക്ക് ക്ഷണിച്ചോളൂ. Thank you, the program coordinator. നമ്മുടെ ഇടയിൽ പിരിഞ്ഞുപോയ ശ്രീ ഈപ്പൻ നമ്മളൊക്കെയും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ജോജി അങ്കിൾ, ജോജി സാറ്, ജോജി മാഷ് എന്നൊക്കെ വിളിച്ചിരുന്ന ആളാണ്.
അടുത്ത കാലത്ത് നമ്മൾ നിന്ന് വിട്ടുപോയിരിക്കുകയാണ്. ഒരു ചെറു പുഞ്ചിരിയോടെ സൗമ്യ സാന്നിധ്യമായിട്ട് നമ്മുടെ ഇടയിലൂടെ നടന്ന് മറഞ്ഞ ഒരു സാധാരണ മനുഷ്യൻ. ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ വന്ന് അധികം നാളുകൾ കഴിയുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹത്തെ പട്ടണത്തിൽ വെച്ച് പരിചയപ്പെടുവാനിടയായി. ആംഗലേയ ഭാഷയിൽ അഗാധമായ പാണ്ഡിത്യം ഉള്ള അദ്ദേഹത്തെ ആദ്യമൊക്കെ എനിക്ക് നേരിടുക എന്ന് പറഞ്ഞ് സംസാരിക്കാൻ പോലും സ്വല്പം പേടിയായി. പക്ഷേ പല സന്ദർഭങ്ങളിലായിട്ടുള്ള ഞങ്ങളുടെ കണ്ടുമുട്ടലുകൾ, ആ കുടുംബവുമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ബന്ധങ്ങൾ അങ്ങനെ ദൃഢമായി ഒരു നല്ല സൗഹൃദം എനിക്ക് പേഴ്സണലിയും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് ഇനിയുള്ള വാക്കുകൾ പറയുവാൻ സാധിക്കും. ഒരു ചെറിയ പുഴയുടെ ഒഴുക്ക് പോലെ ബഹളങ്ങൾ ഒന്നുമില്ലാതെ, ആർത്ത് ഇരമ്പുകൾ ഒന്നുമില്ലാതെ, കുഞ്ഞു കുഞ്ഞ് ഓളങ്ങൾ ആയിട്ട് ഒഴുകുന്ന ഒരു ചെറിയ പുഴയോട് നമുക്ക് ഒരുപക്ഷെ ശ്രീ ജോജി മാഷിൻ്റെ ജീവിതത്തെ ഉപമിക്കാവുന്നതാണ്. നമുക്കറിയാം, അങ്ങനെയുള്ള ഒരു പുഴയുടെ ഓരത്ത് ചെന്നിരിക്കുന്നത് തന്നെ മനസ്സിന് ആശ്വാസകരമാണ്. അതിൽ ഒന്ന് മുങ്ങി നിവർന്നാൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു സുഖമാണ് ലഭിക്കുക. ജോജി മാഷിനെ അദ്ദേഹത്തോട് 5 നിമിഷങ്ങളെങ്കിലും സംബന്ധിച്ചിട്ടുള്ള ആർക്കും ഒരിക്കലും പറയില്ല അരോചകമായിരുന്നു സംഭാഷണം. അതുപോലെ ഹൃദ്യമായ ചെറുപുഞ്ചിരിയോടെ നമ്മളോടൊക്കെ സംവദിച്ച ഒരു ചെറിയ വലിയ മനുഷ്യനായിരുന്നു ജോജി മാഷ്. മനസ്സിൽ സ്നേഹം എന്നും കാത്തു സൂക്ഷിച്ചിരുന്ന മനുഷ്യൻ. ജോജി മാഷിൻ്റെ ഓർമ്മകൾ നമ്മൾ ഇന്ന് ഇവിടെ ഈ നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലൂടെ നമ്മൾ നടന്നു പോകുവാനും ആഗ്രഹിക്കുകയാണ്. ഒരു അവനവൻ കടമ്പ എന്ന ഒരു സംഗതിയാണ്. അവനവൻ്റെ ഉയർച്ച, അവനവൻ്റെ വളർച്ച, അതിൽ മാത്രം ആനന്ദം കണ്ടെത്തുന്നവരാണ് നമ്മിലും ഏതാണ്ട് എല്ലാവരും. പക്ഷെ അവരുടെ വളർച്ചയിൽ, അവരുടെ ഉന്നമനത്തിൽ സ്വയം ആനന്ദം കണ്ടെത്തുവാൻ സാധിക്കുന്നവർ വളരെ വിരളമാണ് ഈ ലോകത്ത്. എനിക്കറിയാവുന്ന ജോജി മാഷിനെ വെച്ച് നോക്കുമ്പോൾ അവരുടെ ഉയർച്ചയിൽ, അവരുടെ സന്തോഷത്തിൽ സ്വയം ആനന്ദം കണ്ടെത്തുവാൻ സാധിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അങ്ങനെയുള്ളവർ വളരെ ചുരുക്കമാണ് ഈ ലോകത്ത്, ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ ലോകത്ത്. ഞാൻ അധികമൊന്നും ദീർഘിപ്പിക്കുന്നില്ല. കാരണം അദ്ദേഹത്തെക്കുറിച്ച് നമ്മുടെ ഇടയിലുള്ള പ്രഗത്ഭരായ പല വാഗ്മികളും തന്നെ അദ്ദേഹത്തിൻ്റെ ഫ്യൂണറൽ സർവീസിൽ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. കൂടുതലായി എന്തെങ്കിലും എനിക്ക് പറയണം, ഇതിൽ കൂടുതലായി എന്തെങ്കിലും പറയണം എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് ഇവിടെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് ഒന്നേ ആവശ്യപ്പെടുവാനുണ്ട്. എൻ്റെ, നിങ്ങളുടെ, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ ആരാമത്തിൽ നിന്ന് പറിച്ചെടുത്ത ഒരു പിടി റോസ പുഷ്പങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് മൗനമാകാം. മേ ഐ humbly request all of you to rise and spend 1 minute to pay the last respect.
May his soul rest in peace. Thank you. ഈശ്വര സാന്നിധ്യം അത്യന്താപേക്ഷിതമാണ്. ഇന്ന് നമ്മുടെ ഈ ഈസ്റ്റ് ബംഗാൾ മലയാളി അസോസിയേഷൻ്റെ ഓണാഘോഷ പരിപാടിക്ക് ഈശ്വര സാന്നിധ്യം ഉണ്ടാകുവാനായിട്ട് നമ്മൾ തുടങ്ങുന്നത് ഈശ്വര പ്രാർത്ഥനയോടുകൂടിയാണ്. ഈശ്വര പ്രാർത്ഥനയ്ക്കായി അഞ്ജു മനീഷ്, സ്വപ്ന വിനോദ് ആൻഡ് ലേഖ പ്രിൻസിനെ ക്ഷണിക്കുന്നു. മറ്റൊരു കാര്യം കൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ബട്ടവർത്തിൽ നിന്ന് വന്ന എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈസ്റ്റ് ലണ്ടനിലും പലർക്കും അറിയാവുന്ന ജോയ്ക്കുട്ടി അങ്കിളിൻ്റെയും ലീല മാൻഡിയുടെയും മരുമോൻ നിതിൻ്റെ ഫ്യൂണറൽ കൂടിയാണ്. സങ്കടവാർത്ത നമ്മളെല്ലാവരും അറിഞ്ഞിരുന്നു. നിതിൻ്റെ ആത്മാവിന് നിത്യശാന്തി പകരാൻ ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഓർമ്മിക്കാം. അടുത്ത പരിപാടി എന്ന് പറയുന്നത് സ്വാഗത പ്രസംഗമാണ്. എൽമയുടെ ചെയർമാനെയാണ് ഞാൻ സ്വാഗത പ്രാസംഗികനായി വിളിക്കേണ്ടിയിരിക്കുന്നത്. അദ്ദേഹത്തെ പറ്റി എന്ത് പറയാനാണ്? ഗായകനാണ്, സൂപ്പർ സീനിയേഴ്സിൻ്റെ നർത്തകനാണ് വർഷങ്ങളായിട്ട്, രേണുവിൻ്റെ പ്രിൻസിപ്പളാണ്, പിന്നെ നമ്മുടെ ഓണറബിൾ MPL അനിൽ പിള്ളയുടെ കെനിയയിലെ പ്രിൻസിപ്പൽ കൂടിയാണ്. ഇതുപോലെ ഒത്തിരി പട്ടങ്ങളാണ് അദ്ദേഹത്തിനുള്ളത്. ജനകീയനാണ്, ഗായകനാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഭാവഗായകനുമാണ്, ഭാവനർത്തകനുമാണ്. പക്ഷേ ഒരു കുഴപ്പം മാത്രം അദ്ദേഹത്തിനുണ്ട്. അത് കുഴപ്പമാണ് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷെ കുഴപ്പമാണ് താൻ. അദ്ദേഹം ആരോടും നോ പറയും. ഒരു ചെറിയ ഉദാഹരണം പറയും. ഈ വർഷത്തെ ഓണ പരിശീലനത്തിനിടയിൽ അവസാനത്തെ ആഴ്ചയിൽ സൂപ്പർ സീനിയേഴ്സിൻ്റെ പരിശീലനം നടന്ന വേദിയിൽ അദ്ദേഹം വളരെ രഹസ്യമായി അംഗങ്ങളോട് പറഞ്ഞു, നമുക്ക് വേണ്ടി മാത്രം ഞാൻ ഒരു പരിശീലനം, പോളിംഗ് പരിശീലനം തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ആരോടും പറയരുത്. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ പറയത്തില്ല, സാറ് പറഞ്ഞാൽ. പിറ്റേ ദിവസം മുതൽ പലരും വിളി തുടങ്ങി. സീനിയേഴ്സ് മാത്രമാണ്, പല ഗ്രൂപ്പിലെ ആളുകൾ, കോർഡിനേറ്റേഴ്സ്, ചന്ദ്രൻ ചേട്ട, ചന്ദ്രൻ അങ്കിളെ, ഇതിലെല്ലാം അദ്ദേഹം വീണുപോയി എല്ലാവരോടും യെസ് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച മുഴുവൻ സീനിയേഴ്സായ എല്ലാവരും ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം ഈ സ്റ്റേജിനുള്ളിൽ നൃത്തം ചവിട്ടാൻ അദ്ദേഹം അവസരമുണ്ടാക്കി തന്നു. അതിന് വളരെയധികം നന്ദി പറയുന്നു.
വളരെ സന്തോഷത്തോടുകൂടി ശ്രീ അനിൽ ചന്ദ്രനെ, ജനകീയനായ അനിൽ ചന്ദ്രനെ, എൽമയുടെ സ്വന്തം, നമ്മുടെ സ്വന്തം, ഗിരിജയുടെ സ്വന്തം അനിൽ ചന്ദ്രനെ സ്നേഹാദരവോടെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എൽമ കുടുംബാംഗങ്ങളെ, ഓണമെന്ന് പറയുന്നത് ഓർമ്മകളുടെ ഉത്സവകാലമാണ്. ഗൃഹാതുരത്വമായ പല ഓർമ്മകളും ഈ ഓണക്കാലത്ത് നമ്മളിലേക്ക് ഓടിയെത്തുന്നുണ്ട്. വർഷങ്ങളായി പ്രവാസി ജീവിതം നയിക്കുന്ന നമ്മൾ ഓരോരുത്തരെയും നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് ഓണം പോലെയുള്ള പ്രധാനപ്പെട്ട ഉത്സവങ്ങളും മറ്റുമാണ്. ക്രിസ്തുമസും ബലിപ്പെരുന്നാളും മറ്റും ആ ഗണത്തിൽ പെടുന്നുണ്ടെങ്കിൽ തന്നെയും ഓണമെന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായ സന്ദേശം വഹിക്കുന്നതുകൊണ്ടാകണം ലോകമെമ്പാടുമുള്ള മലയാളി ജാതി മത വർഗവർണ്ണ ഭേദങ്ങളില്ലാതെ ഓണത്തെ എപ്പോഴും നെഞ്ചിലേറ്റുന്നത്. അഴിമതിയില്ലാത്ത, ആക്രമണങ്ങളില്ലാത്ത, ചതിയും വഞ്ചനയും ഇല്ലാത്ത ഒരു ലോകം ഏതൊരു മനുഷ്യന്റെയും സ്വപ്നമാണ്, ആഗ്രഹമാണ്. പക്ഷേ നമുക്ക് ചുറ്റുമുള്ളതോ ഇവകളാൽ ഗ്രസിച്ചിരിക്കുന്നവയാണ്. അതിൻ്റെ ഭാഗമാകുവാൻ നമ്മളൊക്കെ നിർബന്ധിക്കപ്പെട്ടിരിക്കുന്നു. മോചനമില്ലാത്ത ഈ വലയത്തിൽ തിരിയുമ്പോഴും മനസ്സ് തേടുന്നു, പറയുന്നു, കള്ളപ്പറയും ചെറുനാഴിയും ഇല്ലാത്ത, ബാലമരണങ്ങളില്ലാത്ത, സമത്വസുന്ദരമായ ഒരു രാജ്യവും അഴിമതിയും സ്വജനപക്ഷപാതവും ഇല്ലാത്ത ധർമ്മിഷ്ഠനായ ഒരു രാജാവും നമുക്കുണ്ടായിരുന്നു. ഒരിക്കലും തിരിച്ചു വരാൻ ഇടയില്ലാത്ത ആ നാളുകളുടെ ഓർമ്മകളും അത്തരമൊരു നാടിനെ കുറിച്ചുള്ള പ്രത്യാശാഭരിതമായ ഓർമ്മകളുമായി ഓണം ഒരു ദേശീയ ഉത്സവമായി മാറിയിരിക്കുന്നു. ഈ അവസരത്തിൽ തരംഗിണിയുടെ യേശുദാസ് പാടിയ ഒരു ഓണപ്പാട്ട് ഓർമ്മയിലെത്തുകയാണ്. മാലോകരന്നായി വാണിരുന്ന മാവേലി നാടിൻ കഥകളെല്ലാം പണ്ടേതോ മുത്തശ്ശി ചൊന്നതാവാം, പല്ലില്ലാ സങ്കല്പമായിരിക്കാം. എല്ലാവരും ഒന്നുപോലെ എന്ന് കരുതുന്ന, ഭിന്നതകളില്ലാത്ത, പരസ്പരം സ്നേഹവും സൗഹൃദവും പങ്കിടുന്ന ഒരു കൂട്ടായ്മയായി നമ്മുടെ എൽമ തുടരട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ കുടുംബാംഗങ്ങളെയും 2022 ഓണാഘോഷ ചടങ്ങുകളിലേക്ക് എൽമയുടെ പേരിലും എസ്കോയുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞങ്ങളുടെ പില്ലർ, നെടുന്തൂൺ, ഏത് കാര്യങ്ങളും വളരെ ഭംഗിയായി നിർവഹിക്കുന്ന ഞങ്ങളുടെ സെക്രട്ടറി ശ്രീമതി ഷൈനി പിയൂസ്,
സപ്പോർട്ട് നൽകി ഏതവസരത്തിലും സഹായിക്കുന്ന ഞങ്ങളുടെ ടെക്നോളജിക്കൽ ഇന്നോവേറ്റർ ഡെപ്യൂട്ടി സെക്രട്ടറി ശ്രീ ഗോപകുമാർ കുട്ടൻ ചേട്ടൻ എന്ന പേരിൽ ഓമന പേരിൽ ഞങ്ങൾ നമ്മളെല്ലാം വിളിക്കുന്നു. നമുക്കെല്ലാം അറിയാം, പോർട്ട്ഫോളിയോയിലെ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഫൈനാൻസ്. ഞങ്ങളുടെ ഫൈനാൻസ് മിനിസ്റ്റർ വളരെ കരുത്തുള്ള ഒരു കുടുംബാംഗമാണ്. ഫൈനാൻസ് മിനിസ്റ്ററായ ശ്രീ ധോണിയെ ഞാൻ ഈ വേദിയിൽ ക്ഷണിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റുകൾ ധോണിക്ക് വന്നു കഴിഞ്ഞാൽ മാർഗനിർദ്ദേശിയായി കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ ഓഡിറ്റർ ശ്രീ പ്രമോദിനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്കറിയാം, ഞങ്ങൾ ഈ ജോലി ഏറ്റെടുത്ത അന്ന് മുതൽ പലതരത്തിലുള്ള പരിപാടികൾ നിങ്ങൾ കണ്ടതാണ്. ആ പരിപാടിയുടെ ചുക്കാൻ പിടിച്ചത് രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളാണ് ഇവന്റ് കോർഡിനേറ്റേഴ്സ്, ശ്രീമതി സോന സജി, ശ്രീമതി മഞ്ജു ജോമോൻ. രണ്ടുപേരെയും ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുക. പിന്നെ എൻ്റെ വലം കൈയായിട്ട് എപ്പോഴും കൂടെ നിന്ന് ചേട്ടാ ഇങ്ങനെ ചെയ്യുക, ചേട്ടാ അങ്ങനെ ചെയ്യുക, ചേട്ടാ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തിരുത്തി തരുന്ന എൻ്റെ സ്വന്തം പെങ്ങള് വൈസ് ചെയർ ലേഡി പ്രീതി സൈജനെ ഞാൻ ഈ വേദിയിൽ ക്ഷണിച്ചുകൊള്ളുന്നു. ഞങ്ങളുടെ കാലാവധി ഓൾമോസ്റ്റ് തീരാറായി. ഓണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പടിയിറങ്ങുകയാണ്. നിങ്ങളുടെ സഹായവും സഹകരണവും ഞങ്ങൾ പടിയിറങ്ങുന്ന സമയം വരെ ഉണ്ടാകണമെന്ന് ഞാൻ താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. എന്നും കാത്തു സൂക്ഷിക്കുന്ന ഒരാഘോഷമാണ് ഓണാഘോഷം. ഇന്നത്തെ ഈ ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഒരു വിശിഷ്ട വ്യക്തിയെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അത് ആരാണെന്നറിയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആകാംക്ഷയില്ലേ? അത് മറ്റാരുമല്ല, നമുക്ക് വളരെ പരിചയമുള്ള ഒരു വ്യക്തിയാണ്. എൽമ കുടുംബത്തിലെ മുതിർന്ന ഒരു കാരണവരാണ്. എൽമയുടെ താങ്ങും തണലും അതിലുപരി മാർഗനിർദ്ദേശിയുമായി പ്രവർത്തിച്ചയാളാണ്. എൽമ എന്ന പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് മുൻകൈയെടുത്ത് പ്രവർത്തിച്ചയാളാണ്. ഇതിലെല്ലാം ഉപരി എൽമയുടെ ഭരണഘടനാ ഉപജ്ഞാതാക്കളിൽ ഒരാളാണ്. ഇപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ആളെ പിടികിട്ടിക്കാണും എന്നെനിക്കറിയാം. നിങ്ങളുടെ എല്ലാം സമ്മതത്തോടുകൂടി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ശ്രീ തോമസ് വടവറ അങ്കിളിനെ ഭദ്രദീപം കൊളുത്തി ഈ ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
പ്രിയപ്പെട്ട എല്ലാ കുടുംബാംഗങ്ങളെ, സ്നേഹം നിറഞ്ഞ കൂപ്പേ, എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഓണാശംസകൾ നേരുന്നു. ഇന്ന് ഈ കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി എന്നെ അനുവദിച്ച പ്രിയപ്പെട്ട എൽമ ഭാരവാഹികളോടും അതിൻ്റെ ചെയർമാനോടുള്ള നന്ദി ഞാൻ ആദ്യമായിട്ട് രേഖപ്പെടുത്തുന്നു. ഓണം നമ്മെ സംബന്ധിച്ചിടത്തോളം നേരത്തെ മുൻ പ്രാസംഗികർ പറഞ്ഞതുപോലെ വളരെയധികം ഓർമ്മകൾ ഉണർത്തുന്ന ഒരു സംഗതിയായിട്ട് നമുക്കറിയാം. മുതിർന്നവരെ സംബന്ധിച്ച്, കൊച്ചുകുട്ടികളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ നിന്ന് ഓർമ്മിക്കാൻ മധുരമുള്ള ചില അനുഭവങ്ങൾ നൽകുന്ന ഒരു ദിവസമായിട്ട് ഇതിനെ മാറ്റുകയാണ് നമ്മൾ. ഈ എൽമയുടെ ജനനത്തിനും അതുപോലെ തന്നെ കാതുകുത്തിനും നൂലുകെട്ടിനും ഒക്കെയും സാക്ഷിയായി നിൽക്കുവാൻ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇന്നിവിടെ നിൽക്കുമ്പോൾ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട നടൻ ജയറാമിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ വളരെ അഭിമാനത്തോടുകൂടി ഇവിടെ നിൽക്കുന്നു. കാരണം 2006 ഈ എൽമ രൂപം കൊടുത്തതിന് ശേഷം ഇപ്പോൾ 16 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഈ 16 വർഷങ്ങൾ കൊണ്ട് നമ്മുടെ ഈ എൽമ വളരെയധികം വളർന്ന് പുരോഗമിച്ചിരിക്കുന്നു. ഓരോ വർഷവും ഇതിൻ്റെ സാരഥ്യം ഏറ്റെടുക്കുന്നതായിട്ടുള്ള ഭാരവാഹികൾ അഹംഗീയ മത്സരബുദ്ധിയോടുകൂടി തന്നെ ഇതിന് കാര്യങ്ങൾ നയിച്ചുകൊണ്ട് പോകുന്നതിൽ വളരെയധികം ഉത്സാഹം കാണുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. എന്നാൽ ഇതിനു മുൻപ് ഉണ്ടായിരുന്ന സാരഥി വളരെ നല്ല ഉദ്ദേശത്തോടുകൂടി ഈ എൽമയിൽ വളരെയേറെ കാര്യങ്ങൾ നടപ്പിലാക്കി. അങ്ങനെ ഈ ചുന്ദരിയായ എൽമ കുട്ടിയെ കൊണ്ട് ഓണത്തിനായി ആനയെ കൂപ്പിൽ തടി പിടിപ്പിക്കുന്നത് പോലെ അല്പം കൂടുതൽ പണി കഴിപ്പിച്ചോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്തുണ്ടായി? അതുകൊണ്ട് ഈ എൽമ ചുന്ദരി പനി പിടിച്ച് കിടപ്പിലായി പോയി. ഏകദേശം 2 വർഷത്തോളം നമുക്കറിയാം ഈ എൽമ ചുന്ദരി പനിയായിട്ട് കിടപ്പിലായിരുന്നു. അതുകൊണ്ട് എന്തുണ്ടായി? അവരുടെ തോളില് ഈ 2 വർഷം ഇരിപ്പായി പോയി. അത് കഴിഞ്ഞിപ്പോ പുതിയതായിട്ട് വന്നിരിക്കുന്ന നമ്മുടെ ഈ ചെയർമാൻ, നമ്മുടെ മലയാള സിനിമയിലെ നിത്യഹരിത നായകൻ ശ്രീ പ്രേം നസീറിനെ പോലെ എപ്പോഴും സുസ്മേരവദനായി ഓണനിലാവ് പോലെ പുഞ്ചിരിച്ചുകൊണ്ട് നമ്മുടെ നിൽക്കുന്നതായിട്ടുള്ള ശ്രീമാൻ അനിൽചന്ദ്രൻ, അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിലെ റാന്നിയിലെ മഴക്കാടുകളിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേക ഇനം കറുത്ത മാംസമുള്ള ഒരു ജീവിയുടെ എന്തോ ഒരു രസായനമൊക്കെ കൊണ്ടുവന്ന് അദ്ദേഹവും ഭാര്യയും കൂടി ഇതിനെ കൊടുത്ത് തേച്ച് കുളിപ്പിച്ചൊക്കെ നല്ല സുന്ദരിയാക്കി ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. വളരെ അഹോരാത്രം അവർ പരിശ്രമിച്ച് ഇന്നിപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഈ ചുന്ദരിയെ കാണുമ്പോൾ നമുക്കറിയാം, ഈ ചുന്ദരിയെ കാണുമ്പോൾ അദ്ദേഹം തന്നെ പാടുന്ന ഒരു പാട്ടിലെ വരികളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഗുരുവായൂരപ്പനെ കണി കാണണം, വാഗച്ചാർത്ത് ചാർത്തി മയിൽപ്പീലി ചൂടി തുളസിക്കതിരൊക്കെ ചൂടി നിൽക്കുന്നതായിട്ടുള്ള ഗുരുവായൂരപ്പനെ കാണുന്നത് പോലെ ഇന്ന് നമ്മുടെ കുട്ടികൾ ഈ സ്റ്റേജിൽ അരങ്ങ് തകർക്കാൻ പോവുകയാണ്. നമ്മുടെ മക്കള്, കൊച്ചുമക്കള്, സ്ത്രീജനങ്ങള്, എന്തിനേറെ അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും വരെ ഇന്ന് ഈ അരങ്ങ് തകർക്കാൻ പോവുകയാണ്. അപ്പോ ഈ കണ്ണിനും കാതിനും കുളിർമയാകുന്ന ഈ സദ്യ ഉണ്ട് ആസ്വദിക്കുക, അവരെ ആവോളം പ്രോത്സാഹിപ്പിക്കുക. എന്തെങ്കിലും ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അത് കണക്കിലെടുക്കാതെ അവരെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മുടെ സ്ത്രീജനങ്ങൾ ഒരുക്കിയിട്ടുള്ള വിഭവസമൃദ്ധമായ സദ്യയും ആസ്വദിച്ച് നമ്മുടെ ഈ പരിപാടി വിജയിപ്പിക്കുവാൻ എല്ലാവരും സഹകരിക്കുക. എന്നാൽ കാരണപുങ്കന്മാരോട് എനിക്കൊരു പ്രത്യേക അഭ്യർത്ഥനയാണുള്ളത്. ഈ കാരണപുങ്കന്മാർക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന സോമരസം പാനം ചെയ്ത് കസാലയിൽ മറന്നു കിടന്നുകൊണ്ട് അവരിതിൻ്റെ ഭംഗി ആസ്വദിക്കട്ടെ. ഇന്ന് ഇവിടെ കൊളുത്തപ്പെട്ട ഈ സ്നേഹദീപം പോലെ ഒരുമയുടെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഈ ദീപം നമ്മുടെ ഓരോ കുടുംബങ്ങളിലും ഓരോ വ്യക്തികളുടെ ഹൃദയങ്ങളിലും ഒരു പ്രകാശത്തിൻ്റെ തിരുനാളമായി എന്നെന്നും ശോഭിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ജഗദീശ്വരൻ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. സുഹൃത്തുക്കളെ, അല്പസമയത്തേക്ക് നമ്മുടെ ഈ ഈസ്റ്റ് ഇന്ത്യൻ മലയാളി അസോസിയേഷൻ എന്ന നമ്മുടെ ഈ വലിയൊരു കുടുംബത്തെ ഞാൻ കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിലേക്ക് പ്രതിഷ്ഠിക്കുകയാണ്. പ്രശാന്തപൂരിതമായ കേരളത്തിലൊരു ഗ്രാമം, അവിടെ ഈസ്റ്റ് ഇന്ത്യൻ മലയാളി അസോസിയേഷൻ എന്ന നമ്മുടെ ഈ കൊച്ചു കുടുംബം വിളവെടുപ്പിൻ്റെ കാലം, സമ്പൽ സമൃദ്ധിയുടെ കാലം,
മുറ്റത്ത് അതിമനോഹരമായ ഒരു പൂക്കളം, പുത്തനുടുപ്പുമിട്ട് മാവേലിയെ വരവേൽക്കാനായി നിൽക്കുന്ന കുഞ്ഞുകുട്ടികൾ, ഭക്ഷണം ഓണസദ്യ തയ്യാറാക്കുവാനായി നിൽക്കുന്ന വീട്ടമ്മമാർ, ഓണസദ്യയ്ക്ക് ശേഷം ഓണക്കളികൾക്കായി കോപ്പ് കൂട്ടുന്ന വീട്ടിലെ മറ്റു അംഗങ്ങൾ, ഓണസദ്യയ്ക്ക് മുമ്പായി വീട്ടിലേക്ക് ഗൃഹസ്ഥൻ അല്ലെങ്കിൽ കാരണവർ മറ്റു അംഗങ്ങൾക്ക് ഓണക്കൈനീട്ടം കൊടുക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ട്. ഓണക്കൈനീട്ടം അല്ലെങ്കിൽ ഓണക്കോടി. ഇന്നിവിടെ നിങ്ങൾക്കെല്ലാവർക്കും ഓണക്കൈനീട്ടമായി ഒരു ഓണ സന്ദേശം നൽകുവാനായി നമ്മുടെ എല്ലാം മുതിർന്ന അംഗമായ നമ്മളെല്ലാം സ്നേഹത്തോടെ കൊച്ചുമോൻ ചേട്ടാ എന്ന് വിളിക്കുന്ന തോമസ് മാത്യുവിനെ ഞാൻ ക്ഷണിക്കുകയാണ്. Please give me a big round of applause. ആദ്യമായി എല്ലാം എൻ്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. കോവിഡ് കവർന്നെടുത്ത കഴിഞ്ഞ 2 വർഷത്തെ ഇടവേളകൾക്ക് ശേഷം ലോകമുള്ള എല്ലായിടത്തുമുള്ള മലയാളികളോടൊപ്പം നമ്മൾ ഇന്ന് ഇവിടെ ഓണം ആഘോഷിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മുടെ എൽമാ കുടുംബത്തിൽ നിന്നും നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ഡോക്ടർ റോയ് സക്കറിയയും ജോജിയും നമുക്ക് ഒരു നിമിഷം സ്മരിക്കാം. കേരളത്തിൽ കർക്കിടകത്തിൻ്റെ കാർമേഘങ്ങൾ ഒഴിഞ്ഞു കഴിഞ്ഞുള്ള ചിങ്ങത്തിൻ്റെ വരവാണ് ഓണക്കാലം. ഒരിക്കൽ ചവിട്ടിത്താഴ്ത്തപ്പെട്ട വിത്തുകൾ പൊട്ടിത്തെറിച്ച് ചിങ്ങത്തെളി വെയിലിൽ പുത്തൻ നാമ്പുകളുമായി ഉയർത്തെഴുന്നേൽക്കുന്നു. മണ്ണിലാഴ്ത്തിയ വിത്തുകൾ മുളച്ചു വരുന്നതിൻ്റെ പ്രതീകാത്മകമായ ആഖ്യാനമാണ് ഓണം. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഭൂമിയും മണ്ണുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ഉത്സവത്തെ സ്വന്തം നാടിൻ്റെയും മണ്ണിൻ്റെയും ഓർമ്മയിൽ ആഘോഷിക്കുകയാണ്. പ്രകൃതി സൃഷ്ടികർമ്മങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ വരവേൽപ്പിനെ മാവേലിയുടെ തിരിച്ചുവരവായി കണ്ട് പോയ കാലത്തിൻ്റെ സ്മൃതികളെ വരവേൽക്കുവാൻ ഒരുങ്ങുകയാണെന്നാണ്. പ്രകൃതി സമ്മാനിക്കുന്ന പുതുകാലവും സ്മൃതികൾ സമ്മാനിക്കുന്ന പ്രാർത്ഥനാകാലവും ഒന്നു ചേർന്നുണ്ടാകുന്ന ഉത്സവകാലമാണ് നാം ഓണമായി ആഘോഷിക്കുന്നത്. ഒപ്പം ധർമ്മരാജ്യത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും അതിൽ ഇഴചേരുന്നു. മഹാമല പോലെ ധർമ്മത്തിൽ ഇളക്കമില്ലാതിരുന്ന മഹാനായ ഒരു ഭൂപൻ നടത്തിയ വലിയ കൽപ്പനയാണ് മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന്. ഓരോരുത്തർക്കുമുണ്ട് അവരവരുടേതായ ഓണക്കാല സ്മൃതികൾ. അത്തം പുലരുമ്പോൾ മുതൽ മലയാളി ഓണം പാടിത്തുടങ്ങും. സമൃദ്ധിയുടെ മാത്രമല്ല, ഇല്ലായ്മകളെ പോലും ഓണം പാടിപ്പൊലിപ്പിക്കും. കാട്ടിലും പറമ്പിലും കഷ്ടപ്പെട്ട് നടന്ന് അന്ന് വരെ ശ്രദ്ധിക്കാതിരുന്ന തുമ്പയും മൂക്കുറ്റിയും കാക്കപ്പൂവും ശേഖരിക്കുന്നു. പൂക്കളത്തിന്റെ ഏറ്റവും പ്രധാന സ്ഥാനത്തിരുത്തിയാണ് തുമ്പയെയും മൂക്കുറ്റിയെയും ആദരിക്കുക. മറ്റെല്ലാ വിശിഷ്ട പുഷ്പങ്ങൾക്കും മേലെയാണ് അവയുടെ സ്ഥാനം. ഓണക്കാലം ഏറ്റവും അധികം പാടുന്നതും തുമ്പയെക്കുറിച്ച് തന്നെ. പൂവും പൂമ്പാറ്റയും ഒരുക്കി ഊഞ്ഞാലാടി കൈകൊട്ടിക്കളിയും വഞ്ചിപ്പാട്ടുമായി കേരളത്തിൽ നിന്നിങ്ങകലെ ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് നമ്മളും ഓണം ആഘോഷിക്കുന്നു. നാടിനെയും നാടിൻ്റെ സമൃദ്ധിയെയും ഓർമ്മിക്കുന്നു. ഈ ദിവസങ്ങൾ വരുന്ന ഒരു വർഷത്തെ മുഴുവൻ സന്തോഷത്തിനും സമൃദ്ധിക്കും സമാധാനത്തിനുമുള്ള ആർപ്പുവിളികളാൽ നിറയട്ടെ. എല്ലാ മലയാളികളിലും നമ്മൾ ഒന്ന് എന്ന വികാരം നിറയട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഓണാശംസകൾ. താങ്ക് യു കൊച്ചുമോൻ ചേട്ടാ. ഇവിടെ നമുക്കെല്ലാവർക്കും കൊച്ചുമോൻ ചേട്ടനെ കുറിച്ച് അറിയാവുന്നതാണ്, എന്നാലും ഞങ്ങളുടെ അതിഥികൾക്ക് വേണ്ടിയിട്ട് പറയുവാണ്. മിസ്റ്റർ തോമസ് മാത്യു has started his career at Nigeria and he was there 8 years, and from 1989 he moved to South Africa. He worked for 20 years at Sterling High School and he retired last year. He was a physical science teacher educator at Sterling High School.
കഴിഞ്ഞ 1-2 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നടക്കുന്ന ഓണാഘോഷമാണല്ലോ ഇത്തവണത്തേത്. അതിനുവേണ്ടി നമ്മുടെ സ്റ്റേജ് കമ്മിറ്റി കഴിഞ്ഞ കുറേ മാസങ്ങളായി കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയണ്ടേ. നമ്മുടെ സ്റ്റേജ് കമ്മിറ്റി അവതരിപ്പിക്കുന്നു തിരുവോണപ്പുലരി. ആസ്വദിച്ചു.